Hi, good morning and good afternoon to all. Today we will discuss about management by objective. നമ്മളൊരു പ്രാവശ്യം പീറ്റർ ഫ്രക്കറുടെ കോൺട്രിബ്യൂഷനിൽ നമ്മൾ ചെറുതായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത 1-2 ക്ലാസ്സുകളിൽ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിൻ്റെ സ്റ്റെപ്സ് എന്താണ്, അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാം. പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് MBO. ശ്രദ്ധിക്കുക, വീഡിയോ ഫസ്റ്റ് മുതൽ അവസാനം വരെ നിങ്ങൾ കേൾക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എന്നോട് ചോദിക്കുക. സ്കിപ്പ് ചെയ്ത് കേൾക്കുമ്പോഴാണ് കൺഫ്യൂഷൻ വരിക. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ടു ലാസ്റ്റ് കേൾക്കുക. മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്. Management by objective or MBO is a strategic approach to enhance the performance of an organization. It is a process where the goals of the organizations are defined and conveyed by the management to the members of the organization with the intention to achieve each objective. സോ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ട്രാറ്റജിക് അപ്രോച്ച്. സ്ട്രാറ്റജിക് അപ്രോച്ച് എന്ന് പറയുന്നത് തന്ത്രപരമായിട്ടുള്ളൊരു നീക്കമാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു എൻഹാൻസ് ദ പെർഫോമൻസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൻ്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കമാണ് സ്ട്രാറ്റജിക് അപ്രോച്ചാണ് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്നറിയപ്പെടുന്നത്. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ പ്രോസസ് വേർ ദ ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻസ് ആർ ഡിഫൈൻഡ് ആൻഡ് കൺവെയ്ഡ് ബൈ ദ മാനേജ്മെൻറ്റ് ടു ദ മെമ്പേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ വിത്ത് ദ ഇൻറ്റൻഷൻ ടു അച്ചീവ് ഈച്ച് ഒബ്ജക്റ്റീവ്. ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഗോൾസ്, അല്ല ഇറ്റ് ഈസ് എ പ്രോസസ് വേർ ദ ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻസ്, ഒരു സ്ഥാപനത്തിൻ്റെ ഗോളുകൾ ഡിഫൈൻ ചെയ്യപ്പെടുക അല്ലെങ്കിൽ ഉണ്ടാക്കുക. എന്താണ് ഗോൾ എന്നുള്ളത് എന്ത് ചെയ്യുക, തീരുമാനിക്കപ്പെടുക. അത് എന്ത് ചെയ്യുക, ആൻഡ് കൺവേ ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി കൊടുക്കുക. ബൈ ദ മാനേജ്മെൻറ്റ്. ആർക്കാണ് ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നത്? ടു ദ മെമ്പേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ആ സ്ഥാപനത്തിലുള്ള ജോലി എടുക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ ആളുകൾക്ക് ആ സ്ഥാപനത്തിൻ്റെ ഗോൾ എന്താണ് ആ ഗോള് പറയുന്നത്, ആ ഗോൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുകയും ആ ഗോള് എന്താണ് സ്ഥാപനത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ മനസ്സിലാക്കി കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഓരോ ഒബ്ജക്റ്റീവും എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കുവാൻ സാധിക്കും. അപ്പം ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങളെ എന്ത് ചെയ്യുക, നിർമ്മിക്കുകയും അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ ലക്ഷ്യങ്ങൾ നിർമ്മിക്കപ്പെട്ട ലക്ഷ്യങ്ങൾ ആ സ്ഥാപനത്തിലെ ആളുകളെ മനസ്സിലാക്കുകയും ചെയ്യിക്കുന്ന പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഗോൾ ഓറിയൻറ്റേഷൻ ഉള്ളതാണ്, പാർട്ടിസിപ്പേഷൻ, കീ റിസൾട്ട് ഏരിയ, സിസ്റ്റം അപ്രോച്ച്, ഒപ്റ്റിമൈസേഷൻ ഓഫ് റിസോഴ്സസ്, സിംപ്ലിസിറ്റി ആൻഡ് ഡൈനാമിസം, ഓപ്പറേഷണൽ, മൾട്ടിപ്പിൾ അക്കൗണ്ടബിലിറ്റി, കോംപ്രിഹെൻസീവ്. ഇതൊക്കെ അതിൻ്റെ ഫീച്ചേഴ്സാണ്. നമുക്ക് നോക്കാം ഓരോ ഫീച്ചേഴ്സും എന്താണ് പറയുന്നത്. ഗോൾ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? MBO ഫോക്കസ് ഓൺ ദ determination of unit and individual goals in line with the organizational goals. അപ്പോൾ MBO ഫോക്കസ് ചെയ്യുന്നത്, അതായത് മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് ഫോക്കസ് ചെയ്യുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് യൂണിറ്റ് ആൻഡ് ഇൻഡിവിജ്വൽ ഗോൾസ്. എന്താ ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുക. ഒരു യൂണിറ്റിൻ്റെയോ അതല്ലെങ്കിൽ എന്താണ് ഇൻഡിവിജ്വൽ ഗോൾസിനെയും എന്ത് ചെയ്യുക, എന്തുമായിട്ട് ഇതാക്കിയിട്ട് ഓർഗനൈസേഷണൽ ഗോളുമായി അനുസരിച്ചിട്ട് ഇൻഡിവിജ്വൽ ഗോൾസും അതേപോലെ യൂണിറ്റ് ഗോളും തീരുമാനിക്കുന്നതിലാണ് എന്ത് ഫോക്കസ് ചെയ്യുന്നത്, MBO ഫോക്കസ് ചെയ്യുന്നത്. സോ ദീസ് ഗോൾസ് define the responsibilities of different parts of the organization and help to integrate the organization with its part and with its environment.
അപ്പോൾ ഈ ഗോൾ എന്ത് ഡിഫൈൻ ചെയ്തു? കാരണം ഓരോ ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഒരുപാട് യൂണിറ്റുകളുണ്ടാവും. മാർക്കറ്റിംഗ് യൂണിറ്റ് ഉണ്ടാവും, പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഓരോന്നും എന്ത് ചെയ്യുന്നു, അതിൻ്റെയൊക്കെ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ ഗോൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗോൾ എന്ത് ഡിഫൈൻ ചെയ്യും? ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ഓർഗനൈസേഷൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ് എന്നുള്ള, എന്തൊക്കെ ഉത്തരവാദിത്തമാണ് ഈ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഓർഗനൈസേഷൻ ഉള്ളത് എന്ന് എന്ത് ചെയ്യുന്നു, ഡിഫൈൻ ചെയ്യുന്നു. അതെന്തിനു സഹായിക്കും? ഹെൽപ്പ് ടു ഇൻ്റഗ്രേറ്റ് ദ ഓർഗനൈസേഷൻ. ഈ പറയുന്ന യൂണിറ്റിൻ്റെ എന്താണ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവിലേക്ക് എന്ത് ചെയ്യുക, എങ്ങനെ എന്ത് ചെയ്യാം, നേടിയെടുക്കാമെന്നുള്ള രീതിയിലേക്കാണ് എന്ത് ഫോക്കസ് ചെയ്യുന്നത്, MBO എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ടു ഇൻ്റഗ്രേറ്റ് ദ ഓർഗനൈസേഷൻ വിത്ത് ഇറ്റ്സ് പാർട്സ് ആൻഡ് വിത്ത് ഇറ്റ്സ് എന്താണ് എൻവയോൺമെൻറ്റ്, അതിൻ്റെ എൻവയോൺമെൻറ്റ് സറൗണ്ടിങ്സും അതേപോലെ എന്താണ് അതിൻ്റെ പാർട്സും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. MBO എന്ത് ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അതായത് MBO ഫോക്കസ് ചെയ്യുന്ന എന്താണ്, ഗോൾ ഓറിയൻറ്റഡ് ആണ്. അല്ലെങ്കിൽ MBO എന്ന് പറയുന്നത് എന്താണ്, ഗോൾ ഓറിയൻറ്റഡ് ആണെന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് ഫോക്കസ് ചെയ്യുന്നു MBO? യൂണിറ്റിൻ്റെ ഗോൾസിലും അതേപോലെ ഇൻഡിവിജ്വൽ എന്താണ് ഗോൾസും സെറ്റ് ചെയ്യുന്നതിൽ എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അത് സെറ്റ് ചെയ്യുന്നത്, ഓർഗനൈസേഷൻ്റെ ഗോളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഗോൾ നേടുന്നതിലൂടെ എന്തും കൂടി നേടിയെടുക്കുക, യൂണിറ്റ് ഗോളും കൂടി നേടിയെടുക്കുക, അതേപോലെ ഇൻഡിവിജ്വൽ ഗോളും എന്ത് ചെയ്യുക, നേടിയെടുക്കുക എന്നുള്ള രീതിയിൽ സെറ്റ്, അല്ലെങ്കിൽ അതിലേക്കാണ് എന്ത് ഫോക്കസ് ചെയ്യുന്നത്, MBO എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അതിനെക്കൊണ്ട് നമുക്ക് എന്ത് പറയാം, MBO എന്ന് പറയുന്നത് എന്താണ്, ഗോൾ ഓറിയൻറ്റഡ് ആണ് എന്ന് പറയാം. അടുത്താണ് പാർട്ടിസിപ്പേഷൻ. സോ ദ MBO പ്രോസസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഹൈ ഡിഗ്രി ഓഫ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ കൺസേൺഡ് പീപ്പിൾ ഇൻ ഗോൾ സെറ്റിംഗ് ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ. അപ്പോൾ എന്താണ് MBO പ്രോസസ്സിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്, ഹൈ ഡിഗ്രി ഓഫ് പാർട്ടിസിപ്പേഷൻ എന്താണ്, ഗോൾ സെറ്റ് ചെയ്യുന്നതിലൊക്കെ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ വളരെ നല്ല ഒരു എന്താണ് പ്രാതിനിധ്യം എന്ത് ചെയ്യുന്നു, ഉറപ്പുവരുത്തുന്നു. അതേപോലെ എന്താണ് സച്ച് പാർട്ടിസിപ്പേഷൻ പ്രൊവൈഡ്സ് ദ ഓപ്പർച്യൂണിറ്റി ടു ഇൻഫ്ലുവൻസ് ഡിസിഷൻസ് ആൻഡ് ക്ലാരിഫൈ ദ ജോബ് റിലേഷൻഷിപ്പ് വിത്ത് സുപ്പീരിയേഴ്സ്, സബോർഡിനേറ്റ്സ് ആൻഡ് പിയേഴ്സിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു പാർട്ടിസിപ്പേഷൻ എന്തിനെ സഹായിക്കും, അതായത് എന്താണ് ടു ഇൻഫ്ലുവൻസ് ഡിസിഷൻ, തീരുമാനങ്ങളെ എന്ത് ചെയ്യാൻ സ്വാധീനിക്കുന്നതിനും, അതേപോലെ എന്താണ് ജോബ് റിലേഷൻഷിപ്പ്, അതായത് എന്താണ് സുപ്പീരിയേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, സബോർഡിനേറ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, പിയേഴ്സ് അതായത് ഒരേ ലെവലിൽ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ക്ലാരിഫൈ ചെയ്യുന്നതിനും എന്ത് സഹായിക്കുന്നു, ഈ പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. അപ്പോൾ MBO എന്ന് പറയുന്നതിൻ്റെ ഒരു ഫീച്ചർ എന്നാണ് ഗോൾ സെറ്റിങ്സിലൊക്കെ എന്ത് ചെയ്യുന്നു, പാർട്ടിസിപ്പേഷനും അതേപോലെ എന്താണ് പെർഫോമൻസ് അപ്രൈസലിലൊക്കെ എന്താണ് പാർട്ടിസിപ്പേഷൻ, അതിൽ ബന്ധപ്പെട്ട ആളുകളുടെ ഹൈ ഡിഗ്രി ഓഫ് പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്യുന്നു, ഉറപ്പ് വരുത്തുന്നു. അതാണ് ദ കീ റിസൾട്ട് ഏരിയാസ്. സോ ദ എംഫസിസ് ഈസ് ഓൺ MBO ഈസ് ഓൺ പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ഏരിയാസ് വിച്ച് ആർ ക്രിട്ടിക്കൽ ഇമ്പോർട്ടൻസ് ടു ദ ഓർഗനൈസേഷൻ ആസ് എ ഹോൾ. അതായത് MBOയുടെ എംഫസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ MBO കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണോ ഒരു ഓർഗനൈസേഷന് കൂടുതലായിട്ട് പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത്, ആ ഓർഗനൈസേഷൻ മൊത്തമായിട്ടും, അപ്പം ചിലപ്പോൾ ഫിനാൻസ് എന്ന് പറയുന്ന സെക്ഷന് ചിലപ്പോൾ അതിന് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ആവശ്യമുണ്ടാകും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, MBO എന്ത് ചെയ്യും, ഫോക്കസ് ചെയ്യും. അപ്പോൾ അതാണ് ദ എംഫസിസ് ഇൻ MBOയിലുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലാണ്, ഓൺ പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ഏരിയാസ് വിച്ച് ആർ ഓഫ് ക്രിട്ടിക്കൽ ഇമ്പോർട്ടൻസ് ടു ദി ഓർഗനൈസേഷൻ ആസ് എ ഹോൾ. അപ്പോൾ ആ ഒരു സ്ഥാപനത്തിൽ മൊത്തമായിട്ട് എന്ത് ചെയ്യുക, എവിടെയാണോ എന്ത് വേണ്ടത്, കൂടുതൽ പ്രാധാന്യത്തോട് കൂടിയിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത്, അവിടെ എന്ത് ഫോക്കസ് ചെയ്യും, MBO എന്ത് ചെയ്യുന്നു, ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ ബൈ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കീ റിസൾട്ട് ഏരിയാസ്, MBO എൻഷുവേഴ്സ് ദാറ്റ് ഡ്യൂ അറ്റൻഷൻ ഈസ് ഗിവൺ ടു ദ പ്രയോറിറ്റി ഏരിയാസ് which have significant impact on the performance and growth of the organization. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഏരിയകൾ, അതായത് കീ റിസൾട്ട് ഏരിയകൾ കണ്ടുപിടിക്കുന്നതിലൂടെ MBO എന്താണ് എൻഷുർ ചെയ്യുന്നത്, MBO ഉറപ്പിക്കുന്നു എന്ത്, അറ്റൻഷൻ ഈസ് ഗിവൺ, അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനെയും വളർച്ചയെയും നല്ല രീതിയിൽ ബാധിക്കുന്ന പ്രയോറിറ്റി ഏരിയകളിൽ, പ്രയോറിറ്റി ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ഏരിയകളുണ്ടാവും. ഇപ്പോൾ ഫിനാൻസ് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഏരിയയാണ്, അല്ലേ?
ഓർഗനൈസേഷനെ സംബന്ധിച്ച്. അതുപോലെ മാർക്കറ്റിംഗ് പ്രയോറിറ്റി ഏരിയ എന്ന് പറയാം. നമുക്ക് മാർക്കറ്റിംഗ് എന്ത് ചെയ്യേണ്ടതാണ്, പ്രാധാന്യം കൊടുക്കേണ്ട ഏരിയയാണ്. അപ്പോൾ എവിടെയാണോ എന്ത് ചെയ്യണത് അങ്ങനെയുള്ള പ്രാധാന്യം കൊടുക്കേണ്ട ഏരിയകളുള്ളത് അത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഓർഗനൈസേഷൻ്റെ എന്താണ് പെർഫോമൻസിനും ഗ്രോത്തിനും ഒക്കെ എന്ത് സഹായിക്കുന്നു, MBO എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. അതാണ് കീ റിസൾട്ട് ഏരിയാസ് പറയുന്നത്. അടുത്തതാണ് സിസ്റ്റം അപ്രോച്ച്. MBO ഈസ് എ സിസ്റ്റം അപ്രോച്ച് ഓഫ് മാനേജിങ് ആൻ ഓർഗനൈസേഷൻ. അതായത് MBO എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. സോ ഇറ്റ് അറ്റംപ്റ്റ്സ് ടു ഇൻ്റഗ്രേറ്റ് ദ ഇൻഡിവിജ്വൽ വിത്ത് ദ ഓർഗനൈസേഷൻ ആൻഡ് ദ ഓർഗനൈസേഷൻ വിത്ത് ഇറ്റ്സ് എൻവയോൺമെൻറ്റ്. അതായത് ഇതെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, ആ ഓർഗനൈസേഷനിലെ ആളുകളെ ഓർഗനൈസേഷനായിട്ടും ആ ഓർഗനൈസേഷനെ അതിൻ്റെ എൻവയോൺമെൻറ്റുമായിട്ട് എന്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, MBO ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇറ്റ് സീക്സ് ടു എൻഷുർ ദ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ബോത്ത് പേഴ്സണൽ ആൻഡ് എൻ്റർപ്രൈസ് ഗോൾ ബൈ ക്രിയേറ്റിംഗ് ഗോൾ കോൺകറൻസ്. എന്താണ് അപ്പോൾ എന്താണ് ഇവിടെ MBO ശ്രമിക്കുന്നത് എന്താണ്, രണ്ട് ആളുകളുടെയും ഗോളുകൾ, അതായത് ഇൻഡിവിജ്വൽ ആയ ഓർഗനൈസേഷനുള്ളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അയാളുടേതായിട്ടുള്ള എന്താണ് പേഴ്സണൽ ഗോൾ ഉണ്ടാവും. അതേസമയം എന്തുണ്ടാവും, ഓർഗനൈസേഷൻ്റെ ഗോളും ഉണ്ടാവും. അപ്പം ഈ പേഴ്സണൽ ഗോൾ നേടുന്നതിലൂടെ ഇതിനോടൊപ്പം തന്നെ എന്ത് ഉറപ്പ് വരുത്തുക, എൻ്റർപ്രൈസിൻ്റെ ഗോളും എന്ത് ചെയ്യുക, നേടിയെടുക്കുന്നത് എന്ത് ചെയ്യുന്നു, MBO എന്ത് ചെയ്യുന്നു, ഉറപ്പ് വരുത്തുന്നു. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ് എന്തിനുള്ളത്, MBOക്ക് ഉള്ളത്. അടുത്ത ഒപ്റ്റിമൈസേഷൻ ഓഫ് റിസോഴ്സസ്. So the ultimate aim of MBO is to secure the optimum utilization of physical and human resources of the organization. അപ്പോൾ എന്താണ് MBAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്ത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഓർഗനൈസേഷൻ്റെ ഫിസിക്കലായിട്ടുള്ളതും അല്ലെങ്കിൽ ഹ്യൂമൺ ആയിട്ടുമുള്ള, അതായത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ അടുത്ത് ജോലി എടുക്കുന്ന ആളുകൾ എന്താണ്, ആ ആളുകളെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. സോ MBO സെറ്റ്സ് ആൻ ഇവാലുവേറ്റീവ് മെക്കാനിസം ത്രൂ വിച്ച് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ക്യാൻ ബി മെഷേർഡ്. അപ്പം എന്താണ്, ഇപ്പോൾ MBO എന്ത് ചെയ്യുന്നു, ഒരു ഇവാലുവേറ്റീവ് എന്താണ്, വിശകലനം ചെയ്യപ്പെടുന്നത്. അങ്ങനെയൊക്കെയാണ് ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഹ്യൂമൻ റിസോഴ്സ് ഏത് രീതിയിലാണ് ആ ഒരു ഓർഗനൈസേഷന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് MBO ഒരു ഇവാലുവേറ്റീവ് മെക്കാനിസം എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റ് ചെയ്യുന്നു. അടുത്താണ് എന്ത്, സിംപ്ലിസിറ്റി ആൻഡ് എന്താണ് ഡൈനാമിസം. MBO ഈസ് എ നോൺ സ്പെഷ്യലിസ്റ്റ് ടെക്നിക് ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ ഓൾ ടൈപ്സ് ഓഫ് മാനേജേഴ്സ്. അല്ലെ എന്താണ് അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് MBO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ സ്പെഷ്യലിസ്റ്റ് ടെക്നിക്കാണ്. അത് എല്ലാ മാനേജർക്കും, ഏത് തരത്തിലുള്ള മാനേജേഴ്സും എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കുവാൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ബീയിങ് അഡോപ്റ്റഡ് ബൈ ബോത്ത് ബിസിനസ് ആൻഡ് സോഷ്യൽ വെൽഫെയർ ഓർഗനൈസേഷൻ. അതായത് ബിസിനസ്സിനും സോഷ്യൽ വെൽഫെയർ ഓർഗനൈസേഷനും ഒരേപോലെ എന്ത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും, MBO എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ടെക്നിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സെപ്റ്റ് ചെയ്യുവാൻ സാധിക്കും. MBO അപ്ലൈസ് എവരി മാനേജർ വാട്ട് എവർ ഈസ് ഫങ്ഷൻ ആൻഡ് ലെവൽ ആൻഡ് ടു എനി ഓർഗനൈസേഷൻ ലാർജ് ഓർ സ്മോൾ. അതായത് ഏത് ലെവലിൽ, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലുള്ള ആളുകളായാലും മിഡിൽ ലെവലായാലും ലോവർ ലെവലായാലും ഏത് തരത്തിലുള്ള മാനേജേഴ്സിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം, MBO ഉപയോഗിക്കാം. അതേപോലെ എന്താണ്, ഓർഗനൈസേഷൻ വലുതോ ചെറുതോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, MBO എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ബിക്കോസ് ഓഫ് ഇറ്റ് സിംപ്ലിസിറ്റി ആൻഡ് ഡൈനാമിസം. അടുത്താണ് എന്ത്, ഓപ്പറേഷണൽ. So MBO is an operational process which helps to translate concepts into practice. എന്താണ് ഓപ്പറേഷൻ, പ്രവർത്തനോന്മുഖമായിട്ടുള്ളത്, പ്രവർത്തിക്കുന്നത്. അതായത് MBO എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രവർത്തനോന്മുഖമായിട്ടുള്ള പ്രക്രിയയാണ്. എന്താണ്, വിച്ച് ഹെൽപ്സ് ടു ട്രാൻസ്ലേറ്റ്, അതായത് കൺസെപ്റ്റ്സിനെ പ്രാക്ടീസിലേക്ക് എന്ത് ചെയ്യുന്ന നയിക്കുന്ന ഒരു എന്താണ് പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, MBO എന്ന് എന്ത് ചെയ്യണത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഓപ്പറേഷണൽ പ്രോസസ്സാണ് എന്ത് MBO. അതായത് നമ്മൾ ഇപ്പോൾ ഒരു കൺസെപ്റ്റിന് എന്ത് ചെയ്യുക, അതിനെ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റിനെ പ്ലാൻ ചെയ്ത് അതിനെ പ്രാക്ടിക്കലാക്കുക, അതാണ് എന്താ ഇതിലൂടെ ചെയ്യുന്നത്, MBOയിലൂടെ എന്ത് ചെയ്യുന്നത്. ആൻഡ് MBO ഈസ് മെയ്ഡ് ത്രൂ പീരിയോഡിക് റിവ്യൂസ് ഓഫ് പെർഫോമൻസ് വിച്ച് ആർ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആൻഡ് വിച്ച് ഇൻവോൾവ് എന്താണ് സെൽഫ് കൺട്രോൾ.
അപ്പോൾ MBO ഏതിലൂടെയാണ് ഉണ്ടായി വരുന്നത്? പീരിയോഡിക് റിവ്യൂസിൽ എന്താണ് പെർഫോമൻസിൻ്റെ എന്താണ് പീരിയോഡിക് റിവ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്. എന്തുവരും ഫ്യൂച്ചർ ഓറിയൻറ്റഡ് എന്താണ് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഭാവിയിലേക്ക് ഉതകുന്ന തരത്തിലുള്ള എന്താണ് പീരിയോഡിക് റിവ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്? MBO ചെയ്യുന്നതാണ്. അപ്പോൾ അത് പ്രവർത്തനോന്മുഖമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് MBO. Multiple accountability. So under MBO, accountability for result is not centralized at a particular point. അപ്പോൾ എന്താണ് റിസൾട്ടിൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി ഒരു സെൻട്രൽ പോയിന്റിലല്ല എന്താണ് MBOയിൽ എന്ത് ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. റദർ എവരി മെമ്പർ ഓഫ് ദി ഓർഗനൈസേഷൻ ഈസ് അക്കൗണ്ടബിൾ ഫോർ അക്കംപ്ലിഷിങ് ദ ഗോൾസ് സെറ്റ് ഫോർ ഹിം. എന്താണ് എല്ലാ എന്താണ് എവരി മെമ്പേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ എന്താണ് ഓർഗനൈസേഷനിലുള്ള എല്ലാ കാരണം അവർക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾസ് നേടിയെടുക്കുന്നതിൽ എല്ലാ മെമ്പർമാർക്കും എന്താണ് ദേ ആർ റെസ്പോൺസിബിൾ ആൻഡ് ദേ ആർ അക്കൗണ്ടബിൾ ഫോർ ദ ഗോൾസ് സെറ്റ് ഫോർ ഹിം. അവർക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള ഗോളുകൾ നേടിയെടുക്കുന്നതിൽ എന്താണ് അവർക്ക് എന്തുണ്ട് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. കോംപ്രിഹെൻസീവ് കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MBO ഈസ് എ ടോട്ടൽ അപ്രോച്ച് മൊത്തമായിട്ട് അപ്രോച്ചാണ് MBO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇറ്റ് അറ്റാച്ചസ് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ദ എക്കണോമിക് ആൻഡ് ഹ്യൂമൻ ഡയമെൻഷൻ ഓഫ് എൻ ഓർഗനൈസേഷൻ. ഇത് രണ്ടിനും ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ്, അതായത് എക്കണോമിക് ഡയമെൻഷനും അതേപോലെ ഹ്യൂമൻ ഡയമെൻഷനും സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഹ്യൂമൻ റിലേഷനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു മോഡലാണ്. So it combines the attention to detailed micro-level short-range analysis within the firm with emphasis on macro-level long-range integration with the environment. അപ്പോൾ ഇത് എന്ത് ചെയ്തിട്ടുണ്ട് വളരെ ചെറിയ മൈക്രോ ലെവലിൽ അതേപോലെ ഷോർട്ട് റേഞ്ച് അനാലിസിസ് വിത്ത് ദ ഫേം വിത്ത് എംഫസിസ് ഓൺ മൈക്രോ ലെവലിലും മാക്രോ ലെവലിലും ലോങ് റേഞ്ച് ഇൻ്റഗ്രേഷനും ഒക്കെ അതിൻ്റെ എൻവയോൺമെൻറ്റുമായിട്ട് നടത്തുന്നുണ്ട് MBO നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയുക ഒരു കോംപ്രഹെൻസീവ് അപ്രോച്ചാണ്, കുറച്ചൊരു വലിയ ഒരു അപ്രോച്ചാണ് MBO എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് MBOൻ്റെ ഫീച്ചറായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ചോദിക്കുക.